ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ രഥോത്സവത്തിനൊരുങ്ങി കൽപ്പാത്തി. ഇന്നായിരുന്നു കൊടിയേറ്റം. കൽപ്പാത്തിയിൽ രഥോത്സവത്തിൻ്റെ കാലമാണ്. ദേവവേദഭൂമിയായ കൽപ്പാത്തി രഥോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങി. ഇന്നു മുതൽ 17-ാം തീയതി വരെയാണ് രഥോത്സവം. 14-ന് ഒന്നാം തേരുത്സവം, 15-ന് രണ്ടാം തേര്, 16-ന് മൂന്നാം തേരുത്സവത്തിൽ രഥസംഗമവും. 9-ാം തീയതി മുതൽ 13-ാം തീയതി വരെ ദേശീയ സംഗീതോത്സവം നടക്കും. നിറഞ്ഞൊഴുകുന്ന കൽപ്പാത്തി പുഴ പോലെ രഥോത്സവ നാളുകളിൽ കൽപ്പാത്തി ഭക്തജന പ്രവാഹത്താൽ നിറയും. കണ്ണെത്താ ദൂരത്തോളം ഭക്തർ. അതിനു നടുവിലൂടെ അനുഗ്രഹപ്രസാദം പോലെ ഒഴുകിയെത്തുന്ന ദേവരഥങ്ങൾ. ആരും കൈകൂപ്പി തൊഴുന്ന ആനന്ദക്കാഴ്ച കൂടിയാണിത്. ആ മുഹൂർത്തത്തെ വരവേൽക്കാൻ അഗ്രഹാര വീഥികളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രം, പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രം, പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം, പിന്നെ ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം കൊടിയേറി. 4 ക്ഷേത്രങ്ങളിലെയും രഥോത്സവം ഒന്നിച്ചു ചേരുന്നതാണ് കൽപ്പാത്തി രഥോത്സവം. 12-നാണ് 5-ാം തിരുനാൾ ദേവരഥ സംഗമം. രഥോത്സവത്തിന് കൊടിയേറി 5-ാം തിരുനാളിൽ അർദ്ധരാത്രി നടക്കുന്ന പല്ലക്ക് രഥസംഗമ ദർശനം അതീവ പുണ്യകരമെന്നാണ് വിശ്വാസം. ഈ സുകൃത ദർശനം കണ്ടുതൊഴാൻ ആയിരങ്ങളാണ് കൽപ്പാത്തിയിലെത്തുക. 14-നാണ് 1-ാം തേരുത്സവം. 1-ാം തേരുത്സവ ദിനത്തിൽ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ ദേവരഥങ്ങളാണ് പ്രദക്ഷിണ വഴിയിലേക്കിറങ്ങുക. 2-ാം തേരുത്സവ ദിനമായ 15-ന് പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രങ്ങളിൽ രഥാരോഹണം നടക്കും. ഇതോടെ മന്ദക്കര മഹാഗണപതിയും തേരിലേറി പ്രദക്ഷിണ വഴികളിലേക്കിറങ്ങും. 3-ാം തേരുത്സവ ദിനമായ 16-നാണ് രഥസംഗമം. അന്ന് രാവിലെയാണ് പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിലും ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലും രഥാരോഹണം. വൈകിട്ടോടെ ദേവരഥങ്ങൾ പ്രദക്ഷിണം പുനരാരംഭിക്കുന്നതോടെ കൽപ്പാത്തിയിലെ ഓരോ കണ്ണും തേരുമുട്ടിയിലേക്കായിരിക്കും. അവിടെ ദേവരഥങ്ങൾ പ്രദക്ഷിണ വഴിയിൽ മുഖാമുഖം എത്തുന്നതോടെ കൽപ്പാത്തി കാത്തിരുന്ന ദേവരഥ സംഗമമായി. ആ മുഹൂർത്തം കണ്ടുതൊഴാൻ പതിനായിരങ്ങളാണ് കൽപ്പാത്തിയിലെത്തുക. നമ്മളിപ്പോൾ കാണുന്നതാണ് കുതിരവാഹന അലങ്കാരം, ശേഷശയന അലങ്കാരം. ഇത് ഗജവാഹന അലങ്കാരം. ഇത് ഗരുഡവാഹന അലങ്കാരം. പിന്നെ ലാസ്റ്റ് ആഞ്ജനേയ വാഹന അലങ്കാരം. 14-നാണ് 1-ാം തേര്. അന്ന് രാവിലെ 5:30-ക്ക് ഉപനിഷത്ത് പാരായണം, വേദപാരായണം, സമാപനം. 9-നോ 9:30-ക്ക് ഇടയ്ക്ക് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിക്ക് തിരുകല്യാണം. 9:30 to 10:15 ഇടയ്ക്ക് രഥാരോഹണം. തുടർന്ന് രഥപ്രയാണം. വൈകിട്ട് 4:30-ന് രഥപ്രയാണം. 15-ന് 2-ാം തേര്. അന്ന് വൈകിട്ട് 4-ന് രഥപ്രയാണം. 16-ന് 3-ാം തേര്. വൈകിട്ട് 4-ന് രഥപ്രയാണം. തുടർന്ന് ദേവരഥ സംഗമം. രാത്രി 9-ന് പ്രായശ്ചിത്ത അഭിഷേകം, അലങ്കാര ദീപാരാധന. തുടർന്ന് പല്ലക്ക് കച്ചേരി, ഗ്രാമപ്രദക്ഷിണം. 17-ന് രാവിലെ 7-നും 7:30-ക്കും ഇടയ്ക്ക് കൊടിയിറക്കം. അങ്ങനെ കൊടിയേറിയാച്ച്. എല്ലാവരും വാരുങ്കോ. ഇനിയുള്ള 10 ദിവസങ്ങളിൽ ഉപനിഷത്തുകൾ, പുരുഷ സൂക്തം, ശ്രീ സൂക്തം, ദുർഗാ സൂക്തം, ഭാഗ്യസൂക്തം എന്നീ ജപങ്ങളാൽ കോവിലുകൾ വേദമുഖരിതമാകും. ജീവിത പ്രാരാബ്ധങ്ങളിൽപ്പെട്ട് വലയുന്ന മനുഷ്യൻ്റെ അകമാണ് വേദോപനിഷത്തുകളുടെ വിഷയം. ഉത്സവങ്ങൾ മാനവനു വേണ്ടിയാണ്, അവനിലെ ഈശ്വരീയതയെ ഉണർത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.